എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസ് അനാലിസിൽ നമ്മൾ ഫസ്റ്റ് ന്യൂസ് നമ്മുടെ സയൻസ് ആൻഡ് ടെക് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ ഇന്ത്യ ഡെലിവേഴ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽസ് ടു ഫിലിപ്പൈൻസ്. അപ്പോൾ ഇത് നേരത്തെ ഒരു കരാർ വന്നായിരുന്നു ഫിലിപ്പൈൻസ് ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിന്ന് എന്താണ് ബ്രഹ്മോസ് മിസൈൽ സൂപ്പർസോണിക് മിസൈൽ വാങ്ങിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഡിസ്പാച്ച് ആയി എന്നുള്ള ന്യൂസാണിത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡീലിൻ്റെ വർത്ത് എന്ന് പറയുന്നത് $375 million ഇതാണ്. അപ്പോൾ ഇത് ഫിലിപ്പൈൻസിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതെന്താണ്, ചൈനയുമായിട്ടുള്ള ഒരു അഗ്രഷൻ മോഡിലാണ് ഫിലിപ്പൈൻസ് ഇങ്ങനെ. അതെവിടെയാണ് സൗത്ത് ചൈന സീ. നമ്മൾ കഴിഞ്ഞ DNA നമ്മൾ സൗത്ത് ചൈന സീനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിൻ്റെ നെയ്ബറിങ് കൺട്രീസും അവിടെയുള്ള ഐലൻഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ DNA നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഹ്മോസ് മിസൈലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ന്യൂസിൽ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ എന്താണെന്ന് നോക്കും, പിന്നെ സൂപ്പർസോണിക്, സബ്സോണിക്, ഹൈപ്പർസോണിക്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ആ കാറ്റഗറി എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കും. പിന്നെ ഈ ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ നോക്കും. അപ്പോൾ ഈ ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും നോക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നലെയുള്ള ന്യൂസിലൊക്കെ നമുക്കറിയാം ഇറാൻ ബാലിസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും ഇസ്രായേലിനെതിരെ അവർ യൂസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ട് ടേമും നമ്മുടെ ന്യൂസിനകത്ത് വന്നിട്ടുള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു റിവിഷൻ പോലെ, പ്രിലിംസ് ഒക്കെ വരുമ്പോഴേക്കും പ്രിലിംസ് നമുക്ക് എടുക്കാറായി. അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്ക് റിവിഷൻ പോലെ എടുക്കാൻ പറ്റുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ DRDOയും റഷ്യാസ് NPO അല്ലെങ്കിൽ മഷിൻറ്റോറിയാന എന്ന് പറയുന്ന ഓർഗനൈസേഷനും, അപ്പം അവരുടെ ഡിഫൻസ് ഓർഗനൈസേഷനും നമ്മുടെ ഓർഗനൈസേഷനും കൂടി ഒരുമിച്ച് കൂടി ബിൽഡ് ചെയ്ത ഒരു ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പേര് വരാൻ കാരണം എന്താണ്? ഇതിനകത്ത് ബ്രഹ്മോസ് മിസൈലിൽ ബ്രഹ്മപുത്ര, നമ്മുടെ റിവറായിട്ടുള്ള ബ്രഹ്മപുത്രയും റഷ്യൻ റിവറായിട്ടുള്ള മോസ്കോയുടെ ആദ്യത്തെ 3 വേർഡും ബ്രഹ്മപുത്രയുടെ ആദ്യത്തെ 4 വേർഡും കൂടിയാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവർ കോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 290 കിലോമീറ്റർ ആണ്. ഫാസ്റ്റസ്റ്റ് ക്രൂസ് മിസൈൽ ഇൻ ദ വേൾഡ് ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 2.8 മാക്ക് ആണ്, അതായത് 2.8 ടൈംസ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, അതായത് സ്പീഡിനേക്കാൾ ഏകദേശം 3 മടങ്ങ് സ്പീഡുള്ള ഒരു മിസൈലാണിത്. ഓക്കെ, ഇതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്താണ്? നമുക്കിപ്പോൾ ഒരു മിസൈലിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ്, ആ റോക്കറ്റിൻ്റെ സ്റ്റേജസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ടൈപ്പ് ഏതാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഡയറക്റ്റായിട്ട് UPSC ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ കേസിൽ 2 സ്റ്റേജ് ആയിട്ടുള്ള മിസൈലാണിത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സോളിഡ് പ്രൊപ്പല്ലൻ്റ് എഞ്ചിനാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, ലിക്വിഡ് റാം ജെറ്റ് എഞ്ചിനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സ്ക്രാം ജെറ്റും റാം ജെറ്റും ഇതൊരു ഹോംവർക്കായിട്ട് നോക്കിയാൽ സ്ക്രാം ജെറ്റും റാം ജെറ്റും ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. നെക്സ്റ്റ് പോകുമ്പോഴേക്കും മൾട്ടി പ്ലാറ്റ്ഫോം കേപ്പബിലിറ്റിയാണ്. അതായത് ഈ ബ്രഹ്മോസ് മിസൈലിനെ നമുക്ക് എയറിലും ലാൻഡിലും സീ പ്ലാറ്റ്ഫോംസിലും ഇത് നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഇന്ത്യയുടെ കേസിൽ നമുക്ക് സബ്മറൈനിൽ നിന്ന് പോലും നമുക്കിത് ലോഞ്ച് ചെയ്തിട്ട് ഉള്ള ടെസ്റ്റിങ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ മൾട്ടി കേപ്പബിലിറ്റി മിസൈലാണ്. അതിന് ഏത് കണ്ടീഷൻസിലും ഇതിന് ഫയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ്. നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫെർദർ ഗൈഡൻസ് ഈ ഒരു ക്രൂസ് മിസൈലിൻ്റെ കേസിൽ നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് ഇങ്ങനൊരു മിസൈൽ ഒരു കൺട്രി വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നതിനോ ഉള്ളൊരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണ്? ബ്രഹ്മോസ് മിസൈൽ സെർവ്സ് ആസ് എ ക്രെഡിബിൾ ഡിറ്ററൻറ്റ്. അതായത് ഇന്ത്യയുടെ ഡിഫൻസീവ് കേപ്പബിലിറ്റീനെ നമ്മൾ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ മുന്നിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ ഇതിൻ്റെ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്താണ്, ഫിലിപ്പൈൻസ് പോലെ രാജ്യങ്ങൾ ഇത് ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഫീച്ചേഴ്സും കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ഉള്ളതുകൊണ്ട് ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പോർട്ട് പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോകുമ്പോഴേക്ക് ഈ ഒരു നമ്മൾ 2 കൺട്രീസുമായിട്ടുള്ള കൊളാബറേഷൻ ആണല്ലോ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൊളാബറേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് ടെക്നോളജിയിലെ കൊളാബറേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മിസൈലിനെ പറയാം. ഞാനിതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ PYQs നോക്കുമ്പോൾ ഈ S&Tയിലെ ഡിഫൻസിൽ
ഡിഫൻസിൽ ഉള്ള PYQ നോക്കുവാണെങ്കിൽ നമുക്ക് S-400 കുറിച്ച് UPSC ചോദിച്ചിട്ടുണ്ട്. S-400 നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന ന്യൂസാണ്. ഇത് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബ്രഹ്മോസിനെ കുറിച്ചും ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ താഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യത്തെ പ്രിലിംസിൽ നിങ്ങൾ നോക്കേണ്ട ഒരു മിസൈലാണ് ആകാശ്. ഓക്കെ, ആകാശ് മിസൈൽ ന്യൂസിൽ വരാൻ കാരണം എന്താണ്? ആകാശ് മിസൈൽ നമ്മൾ ഈ ഇടയ്ക്ക് അർമേനിയയ്ക്ക് സപ്ലൈ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ആകാശ് മിസൈൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ന്യൂസ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ടേമാണ്. ഓക്കെ, ആകാശ് മിസൈൽ നോക്കുക. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ക്രൂസ് മിസൈലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ബ്രഹ്മോസ്. ഓക്കെ, ഇതിൻ്റെ ട്രജക്ടറിയാണ് ഞാൻ ഈ ഫിഗറിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ക്രൂസ് മിസൈലിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ? ഏറ്റവും താഴെയാണ് ക്രൂസ് മിസൈൽ വരുന്നത്. ക്രൂസ് മിസൈലിനെ എങ്ങനെ വേണേലും ഇത് ടാർഗറ്റിലോട്ട് പോകണം. ഇവിടുന്ന് ലോഞ്ച് ചെയ്താൽ ഏത് ഡയറക്ഷനിലൂടെ പോയി അവർക്ക് ടാർഗറ്റിലെത്താൻ പറ്റും. പക്ഷേ ഒത്തിരി ഹൈറ്റിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് അൺമാൻഡ് പ്രൊപ്പൽഡ് ബൈ ജെറ്റ് എൻജിൻസ് ആണ്. ഇത് അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു മിസൈൽ കാറ്റഗറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒത്തിരി പൊങ്ങാതെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലൂടെ പോകുന്ന ഒരെണ്ണമാണ്. ഇത് സബ്സോണിക്കിലും വരും, സൂപ്പർസോണിക്ക് വരും, ഹൈപ്പർസോണിക്ക് വരും. അപ്പോൾ ഈ സബ്സോണിക് എന്താണ്? അതായത് മാക്ക് 1 താഴെ പോകുന്ന സ്പീഡിൽ പോകുന്ന മിസൈൽസിനെയാണ് നമ്മൾ സബ്സോണിക് മിസൈൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സൂപ്പർസോണിക് ആണ്. ഈ മാക്ക് 1 ഒരു എക്സാമ്പിൾ ഉണ്ട്. നിർഭയൊക്കെ ഒരു എക്സാമ്പിളാണ്. നിർഭയ 0.8 മാക്കിലാണ് സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ആ മിസൈൽ അതിനൊരു എക്സാമ്പിളാണ്. സൂപ്പർസോണിക് എന്ന് പറയുന്നത് എന്താണ്? 2 to 3 മാക്ക്. ഈ മാക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ടാണ്. അപ്പം 2 to 3 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ടിൽ പോകുന്ന മിസൈലുകളെയാണ് നമ്മൾ സൂപ്പർസോണിക് എന്ന് പറയുന്നത്. 5 മാക്കിന് മുകളിലുള്ള 5 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ടിൽ മുകളിൽ പോകുന്ന മിസൈൽസിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. അപ്പം ഈ ക്രൂസ് മിസൈൽസ് സെൽഫ് ഗൈഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവലി ഗൈഡഡ് ആയിരിക്കാം ആ മിസൈൽസ്. അപ്പം ഇത് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ സ്പീഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക് കാറ്റഗറി അനുസരിച്ച് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബൂസ്റ്റ് ഗ്ലൈഡ് മിസൈൽസ് ആണ്. അപ്പോൾ ഇതൊരു റോക്കറ്റ് ഉപയോഗിച്ച് ചെയ്യും, എന്നിട്ട് ആ ടാർഗറ്റിലോട്ട് ഇത് ഗ്ലൈഡ് ചെയ്താണ് എത്തുന്നത്. അപ്പോൾ ഇത് ഹൈപ്പർസോണിക് സ്പീഡിൽ എത്താൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ്. ഹൈ മാനുവറബിലിറ്റി ആണ്. ഇത് ഗ്ലൈഡർ ഉപയോഗിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ അതിന് ഹൈ മാനുവറബിളാണ്, ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ സ്പീഡ് തന്നെയാണ് ഇതിൽ. അപ്പോൾ ഇത് നമുക്കറിയാം. ഈ ഹൈപ്പർസോണിക് മിസൈൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈയിടയ്ക്ക് ന്യൂസ് വന്നായിരുന്നു. അത് റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹൈപ്പർസോണിക് മിസൈൽസ്. യുക്രൈൻ വാറിൽ നമുക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. യുക്രൈൻ സോൾജേഴ്സ് ഈ ഹൈപ്പർസോണിക് മിസൈൽസിനെ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ന്യൂസായിരുന്നു ആ ഒരു ടൈമിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബൂസ്റ്റ് ഗ്ലൈഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് കേട്ടോ. ഏറ്റവും ഹൈറ്റിൽ പോകുന്ന മിസൈൽസ് ആണ് ഈ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്നത്. ബാലിസ്റ്റിക് മിസൈലിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ വെളിയിൽ കൂടെ പോയാണ് പോകുന്നത്. ഇതിൻ്റെ ഈ ട്രജക്ടറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇതിവിടെ മേളി വരെ പോകാനായിട്ട് ബാലിസ്റ്റിക് റോക്കറ്റ്സ് ഉപയോഗിക്കും. അതിനായിട്ട് പിന്നെ ഗ്രാവിറ്റി ഉപയോഗിച്ച് അത് എത്തേണ്ടടുത്ത് എത്തും. ഓക്കെ, അപ്പോൾ ഇത് പവേർഡ് ഇനിഷ്യലി ബൈ റോക്കറ്റ്സ് ഓർ ഇൻ സെവറൽ സ്റ്റേജസ്. ബാലിസ്റ്റിക് ട്രജക്ടറി ഓവർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫ്ലൈറ്റ് ആയിരിക്കും. ഹൈപ്പർസോണിക് സ്പീഡ് ഉണ്ട് ഡ്യൂറിങ് മച്ച് ഓഫ് ദ ഫ്ലൈറ്റ്. ഓപ്ഷണൽ മാനുവറബിലിറ്റി ആണ് ഫോർ ദ റീ എൻട്രി വെഹിക്കിൾ. ഇത് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു റേഞ്ചസ് ആണ്. ഓക്കെ, ഷോർട്ട് റേഞ്ച് 500 കിലോമീറ്റർ, ഇൻ്റർ കോണ്ടിനെൻ്റൽ മോർ ദാൻ 5000 കിലോമീറ്റർ. ഓക്കെ, നമുക്കറിയാം അഗ്നി 5 ഒക്കെ ഇൻ്റർ കോണ്ടിനെൻ്റലാണ്. അതെല്ലാം ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. അഗ്നി കാറ്റഗറി ഒക്കെ വരുന്നത് ബാലിസ്റ്റിക് മിസൈലാണെന്നും കൂടി ഓർത്തിരിക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ടൊരു വലിയ ആർട്ടിക്കിളുണ്ട്. അതൊരു പൊളിറ്റിക്കൽ വ്യൂവിലാണ് അത് എഴുതിയേക്കുന്നതെങ്കിലും നിങ്ങളതൊന്ന് വായിക്കണം. ഓക്കെ, അതിൽ പറഞ്ഞേക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ഞാൻ അതിനകത്ത് ഈ ന്യൂസിൽ പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു ആർട്ടിക്കിൾ വായിക്കണം. കാരണം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ നമുക്ക് പ്രിലിംസിൽ നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലൊക്കേഷൻ ബേസിസ് ചെയ്തിട്ട് വെസ്റ്റ് ടു ഈസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത്, നോർത്ത് ടു സൗത്ത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി നോക്കാനും കൂടി ആണ് ഞാൻ പറയുന്നത്. പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള 2 പേഴ്സണാലിറ്റീസിനെ നമുക്ക് എടുക്കാം. ഒന്നെന്ന് പറയുന്നത് റാണ പുഞ്ചാബിൽ, അത് ഒരു പേഴ്സണാലിറ്റിയാണ്. രണ്ടെന്ന് പറയുന്നത്, രണ്ടാമതെന്ന് വെച്ചാൽ ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മുണ്ട കമ്മ്യൂണിറ്റിയുടെ. ഇതിൽ ഭിൽ കമ്മ്യൂണിറ്റിയുടെ ആളാണ് റാണ പുഞ്ചാബിൽ എന്ന് പറയുന്നത്. ഈ റാണ പുഞ്ചാബിൽ എന്ന് പറയുന്നത് നമ്മുടെ മേവർ റൂറൽ ആയിട്ടുള്ള മഹാറാണ പ്രതാപിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. പുള്ളി ആണ് റാണ പ്രതാപ് സിംഗിൻ്റെ സ്ട്രെങ്ത് അഗെയിൻസ്റ്റ് ആ ഒരു മുഗൾ റൂളറായിട്ടുള്ള അക്ബർ രാജാവിനെതിരെ യുദ്ധം ചെയ്ത സമയത്ത് റാണ പ്രതാപിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് റാണ പുഞ്ചാബിൽ. ഓക്കെ, ഭിൽ കമ്മ്യൂണിറ്റിയാണ് സപ്പോർട്ട് ചെയ്തത് പ്രതാപിനെ. അപ്പം ഈ റാണ പ്രതാപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റാണ എന്ന് പറയുന്ന ടേൺ, അതായത് കമാൻഡർ സ്റ്റാറ്റസ് പുള്ളിക്ക് വന്നത്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് കണ്ടംപററി ആണോ എന്ന് അറിഞ്ഞിരിക്കുക. അക്ബറിൻ്റെയും റാണ പ്രതാപിൻ്റെയും കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് റാണ പുഞ്ചാബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭിൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച് നമുക്കറിയണം. ഓക്കെ, ഭിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യയാണ്. അവർ ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലാണ് അവരുള്ളത്. ഏറ്റവും ബിഗസ്റ്റ് ഉള്ളത് രാജസ്ഥാനിലാണ്. അത് ഷെഡ്യൂൾഡ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതിൻ്റെ നെയിം ഡിറൈവ് ചെയ്തേക്കുന്നത് ബില്ലു, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ബോ എന്നാണ്. അവർക്ക് സെപ്പറേറ്റ് ട്രഡീഷണൽ അറ്റയർ ഉണ്ട്, മെൻ ആൻഡ് വുമണിന്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവർ എക്സലൻറ്റ് ആർച്ചേഴ്സ് ആണ്. ജോഗ്രഫിക്കൽ നോളജ് ഒത്തിരി ഉണ്ട്. അവരുടെ ഫോറസ്റ്റ്, അവരുടെ റിസോഴ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഗറില്ല വാർഫെയർസിന് എക്സ്പേർട്സ് ആണ്. പക്ഷേ ഇപ്പോൾ അവർ ഫാമേഴ്സും ലേബറേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്കിൽഡ് സ്കൾപ്റ്റേഴ്സ് ആണ്. മേവാർ റീജിയനിലാണ് കൂടുതലും കാണുന്നത്. അവരെ രജപുത് റൂളേഴ്സുമായിട്ട് അലയൻസ്, ഞാൻ പറഞ്ഞല്ലോ മഹാറാണ പ്രതാപുമായിട്ട് അലയൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രജപുത് കമ്മ്യൂണിറ്റി ആയിട്ട് അവർക്ക് നല്ല അലയൻസ് ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈ രാജസ്ഥാനിലുള്ള അതർ ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ് ഷരിയാസ്, മീനാസ്, ഗാഡിയ ലാഹോസ്, ഗറാസിയ, പിന്നെ കാറ്റോഡി, സാൻസി, കഞ്ചർ. അപ്പോൾ ഇങ്ങനത്തുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഇത് പേര് പറഞ്ഞിട്ട് ഇത് ഏത് ലൊക്കേഷൻ, ഏത് സ്റ്റേറ്റിലുള്ളവരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് രാജസ്ഥാനിലുള്ളവരാണെന്ന് അറിഞ്ഞിരിക്കാം. അതൊരു കോമൺ നോളജ് എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണാലിറ്റിയാണ് ബിർസ മുണ്ട. ഓക്കെ, ബിർസ മുണ്ട എന്ന് പറയുന്നത് പുള്ളി 15 നവംബർ 1875 പുള്ളി ജനിച്ചത്. മുണ്ട ട്രൈബിൻ്റെ ആളായിരുന്നു. മുണ്ട ട്രൈബ് എവിടെയായിരുന്നു? ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ ഏരിയയിലാണ് മുണ്ട ട്രൈബ് ഉള്ളത്. ഓക്കെ, ഈസ് ഓൾസോ നോൺ ആസ് ധർത്തി ആബ. ധർത്തി ആബ എന്ന് വെച്ചാൽ ഫാദർ ഓഫ് എർത്ത് എന്നാണ് പുള്ളി വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മുണ്ട റെബല്യനൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ബിർസ മുണ്ട വന്നത് ബ്രിട്ടീഷ് രാജിനെതിരെ. ഇവരുടെ ഈ മുണ്ട റെബല്യൻ ബേസിക്കലി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. ക്രിസ്ത്യൻ മിഷണറീസ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ മിഷണറീസിനെ വിടുമായിരുന്നു, അവർക്കെതിരെയായിരുന്നു. പിന്നെ ഹൈ കാസ്റ്റ് മണി ലെൻഡേഴ്സിനെതിരെ ഇവർ റെബല്യൻ നടത്തിയിരുന്നു. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഫോഴ്സ് കൊളോണിയൽ ഒഫീഷ്യൽസ് ടു ഇൻട്രൊഡ്യൂസ് ലോസ് പ്രൊട്ടക്ടിങ് ലാൻഡ് റൈറ്റ്സ് ഓഫ് ട്രൈബൽസ്. അപ്പോൾ ഈ മുണ്ട റെബല്യൻ ആക്ച്വലി എൻഡ് റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതറിഞ്ഞിരിക്കുക. നമുക്ക് NCERT-യിൽ ഈ മുണ്ട റെബല്യനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബാരിസെറ്റ് സെക്ട്, ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസവും മിഷണറി ആക്ടിവിറ്റീസൊക്കെ വന്നപ്പോഴേക്കും ട്രൈബൽസിനെ കുറേ കൺവേർട്ട് ചെയ്തു. അപ്പം ബിർസ മുണ്ട സ്റ്റാർട്ട് ചെയ്തൊരു ഫെയ്ത്താണ് ബരിസത്ത്. ഓക്കെ, അപ്പം ഈ ഓറാനും മുണ്ടായും ഉള്ള കമ്മ്യൂണിറ്റീസ് ഈ സെക്റ്റിൽ ജോയിൻ ചെയ്തു. ബ്രിട്ടീഷ് കൺവേർഷൻ ആക്ടിവിറ്റീസിനെതിരായിരുന്നു. മുണ്ടാസ് അപ്പം എന്ത് ചെയ്തു? ആൽക്കഹോളിനെതിരെ വർജിക്കാനായിട്ട് അവർ പറഞ്ഞു. ക്ലീൻ വില്ലേജ്, സ്റ്റോപ്പ് വിച്ച് ക്രാഫ്റ്റ് ബിലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ മുണ്ട റെബല്യൻ വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ മൂവ്മെൻറ്റ്സ് ആണ് ലെഡ് ബൈ ബിർസ മുണ്ട ഇൻ സൗത്ത് ഓഫ് റാഞ്ചി ഇൻ 1899 to 1900.
ഐഡൻറ്റിഫൈഡ് ഫോഴ്സസ് കോസസ് മിസറീസ് ഓഫ് മുണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ലാൻഡ് പോളിസീസ് ഉണ്ടായിരുന്നു, പിന്നെ ഹിന്ദു ലാൻഡ് ലോഡ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മിഷണറി ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാർക്കെതിരെയായിരുന്നു ഈ റെബലിയൻ വന്നിരുന്നത്. ഓക്കെ, ഉൾഗാൻ അല്ലെ ഗ്രേറ്റ് തംലൂട്ട് എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. എയിംഡ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് മുണ്ട രാജ് ബൈ ഡ്രൈവിംഗ് ഔട്ട് ബ്രിട്ടീഷ്. അപ്പം മുണ്ട യൂസ്ഡ് ട്രഡീഷണൽ സിമ്പിൾസ് ആൻഡ് ലാംഗ്വേജ് ടു അറോസ് പീപ്പിൾ, ഫോളോസ് ടാർഗറ്റഡ് സിമ്പിൾസ് ഓഫ്, അതായത് എന്താ ഈ ചർച്ചസ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻസ്, അതായത് ഈ ബ്രിട്ടീഷ് രാജിനെ സിഗ്നിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഒപ്രസ് ചെയ്യുന്ന ആൾക്കാരെ സിഗ്നിഫൈ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻസ് ആകട്ടെ, ചർച്ചസ് ആകട്ടെ, അതിനെല്ലാം ഇവർ ഒപ്രസ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെല്ലാം അവർ അറ്റാക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ബുർസാനെ 3 മാർച്ച് 1900 അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി ചൊലര ജയിലിൽ പുള്ളി മരിക്കുവാണ്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ ഒരു മുണ്ട റെബലിയൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഫോഴ്സ് കൊളോണിയൽ ഗവൺമെൻറ് ടു ഇൻട്രൊഡ്യൂസ് ചോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908 ഷോർട്ട് ട്രൈബൽ പീപ്പിൾസ് കപ്പാസിറ്റി ടു പ്രൊട്ടസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ആങ്കർ അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ. ഓക്കെ, അത് ഈ കൊളോണിയൽ റൂളിനെതിരെ നടത്തിയൊരു ട്രൈബൽ മൂവ്മെൻറ്റ്സിൽ ഫസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റാണ് ഈ മുണ്ട റെബലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു മാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്റ്റേറ്റ് വൈസും ഡയറക്ഷൻ വൈസും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ, ഇന്ത്യൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലൊക്കേഷനുണ്ട്. ഞാൻ രാജസ്ഥാൻ നേരത്തെ പറഞ്ഞ ഭില്ലാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഗുജറാത്ത് വരുന്നതാണ് ധാദിയ, പിന്നെ ഒറാൻ കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയുണ്ട്. പിന്നെ സാന്താൾ കമ്മ്യൂണിറ്റി നമ്മുടെ ബംഗാൾ ഏരിയാസിലൊക്കെ ബംഗാൾ അല്ലെങ്കിൽ ഒറീസ ഏരിയാസിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, കാരണം നമുക്കത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് എസ്പെഷ്യലി ഇതിൻ്റെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ പ്രസിഡൻറ്റ് വരുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതൊക്കെ കറണ്ട് അഫയേഴ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ടോപ്പിക്ക് ആക്ച്വലി ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രാവശ്യത്തെ പ്രിലിംസിന്. ഓക്കെ, പിന്നെ ഈ ഗവൺമെൻറ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് കുറേ പോളിസീസും കൊണ്ടുവരുന്നുണ്ട് ബെസ്റ്റായിൽ. അപ്പോൾ 2 കാറ്റഗറിയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പറ്റി. അപ്പോൾ അവരുടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നോക്കുക. ഓക്കെ, മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഒരു ഇന്തോനേഷ്യയിലെ ഒരു വോൾക്കാനോ ഇറപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോൾക്കാനോയുടെ ലൊക്കേഷൻ മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്ലേസസ് ഇൻ ന്യൂസ് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു ഇതാണ് മൗണ്ട് റാങ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ഒരു വോൾക്കാനിക് മൗണ്ടൻ ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്നത്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇല്ല. നമുക്ക് ഒരു റിവിഷൻ എന്ന നിലയിലാണ് ഞാൻ ഈ ക്രൂസ് മിസൈല്, ബാലിസ്റ്റിക് മിസൈല്, ബ്രഹ്മോസ് ഒക്കെ എടുത്തത്. പിന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.